Welcome back to another blog. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോഡ് നമുക്ക് ബുക്കായിട്ടുണ്ട്. ഫസ്റ്റ് ലോഡ് എടുക്കാൻ നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പാർസലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഇപ്പോൾ കാലത്ത് 6:15 ആവണു. അപ്പോൾ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ ബാക്ക് സൈഡിലേക്ക് പോകണം, പാർസൽ ഏരിയയിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ ഇന്നത്തെ ലോഡ് എന്താണെന്നറിയില്ല, കയറ്റിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ലോഡൊക്കെ കയറ്റി നമ്മൾ 6:45 ആയപ്പോൾ ലോഡ് കയറ്റേണ്ട ഇടത്തേക്ക് ഇട്ടതാണ് ഡോക്കിൽ. പക്ഷെ ബില്ലും സാധനങ്ങളൊക്കെ കിട്ടി വരുമ്പോൾ നമുക്ക് ഏതാണ്ട് സമയം 8:10 അപ്പോൾ നമ്മളിത് ലോഡൊക്കെ കയറ്റി നമ്മളിവിടെ നിന്ന് ചെട്ടിപ്പേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ചെട്ടിപ്പേട് ഇവിടെ നിന്ന് ഏതാണ്ട് 34 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് ചൂലയാണ്, ചൂലൈ എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. ചൂലയിൽ നിന്ന് നമ്മളങ്ങനെ മധുരവായൽ റോഡിലേക്ക് കയറും, പൂന്തമല്ലി മെയിൻ റോഡിലേക്ക് കയറും. അപ്പോൾ നമ്മളിത് അമിഞ്ചിക്കര എത്തി. ഇത് കോയമേട് ഫ്ലൈ ഓവറാണ്. നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 9:15 ആയി അവിടെ. ഈ ട്രാഫിക് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കുറവുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ട്രാഫിക്കാണ്. സർവീസ് റോഡ് എടുത്ത് പോയായിരിക്കും ഏറ്റവും നല്ലത്. റൈറ്റ് സൈഡിൽ കണ്ടോ എന്താ വരിയായി നിൽക്കുന്നത്. ആ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് പൂന്തമല്ലിയുടെ അടുത്ത് എത്താറായി. പൂന്തമല്ലി അരവിന്ദ് ഐ ഹോസ്പിറ്റലാണ് ആ കാണുന്നത്. ഇത് പൂന്തമല്ലി. ആ നേരെ പോകുന്ന റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പൂന്തമല്ലിക്ക് പോകും. ഇത് നേരെ കാണുന്ന ബ്രിഡ്ജ് വന്നിട്ട് നമ്മുടെ റിംഗ് റോഡ് ബൈപ്പാസാണ്, ഔട്ടർ. അപ്പുറത്ത് മെട്രോൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏതാണ്ട് പാപ്പൻചത്ര എത്താറായി. അപ്പുറത്തെ ലൈനിൽ ട്രാഫിക് ഉണ്ടോ, എന്ത് ട്രാഫിക്കാണ് പാപ്പൻചത്രത്തിൽ. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇറക്കേണ്ട ലൊക്കേഷനിലേക്കൊക്കെ എത്താറായി ഗൈസ്. ഇനി ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു റൈറ്റ് എടുത്ത് നമുക്ക് പോകണം. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണം നമുക്ക്. ഇതാണ് ചെട്ടിപ്പേട് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം. അപ്പോൾ നമുക്ക് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ടൊക്കെ എത്താറായി. ഇറക്കിയിട്ട് നമുക്ക് കാണാം അടുത്ത വല്ല ലോഡ് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ വേറൊരു ലോഡ് കയറ്റാൻ വന്നു. അപ്പോൾ ഇതാണ് ആകെ ഉള്ളത്. പക്ഷേ കിലോമീറ്റർ ഭയങ്കര ദൂരം, 63 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലൊക്കെ റിസീവായി. നമ്മളെങ്ങനെയാണ് പോണതെന്ന് വെച്ചാൽ ഒറകടം വഴി പോയിട്ട് ഒറകടത്തിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് നേരെ ചെങ്കൽപ്പെട്ട് ബൈപ്പാസ്, തിരിച്ച് ചെന്നൈ ബൈപ്പാസിൽ കയറും. അപ്പോൾ നമ്മൾ ഇതിലേ ഇറങ്ങി നമ്മൾ കുണ്ടത്തൂർ ശ്രീ പറമ്പത്തൂർ ബൈപ്പാസിൽ ചെന്ന് കയറുന്നു. ഇനി നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരുപാട് ദൂരങ്ങളുണ്ട്. 54 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓറകടം ബൈപ്പാസിലേക്ക് കയറി. അപ്പോൾ ഇനി പോണ വഴിക്ക് ഡീസൽ അടിക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഡീസലൊക്കെ അടിച്ചു നമ്മൾ ഇനിയിപ്പോൾ കയറി പോവാണ്. ഇത് നമുക്ക് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് ആഴ്ച ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ പോകാനുണ്ട്, ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെ. അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളുടെ ഉള്ളിൽ കയറി വിൻമിനിൽ കയറ്റാൻ വേണ്ടി വന്നിരിക്കുന്ന ട്രെയിലർ റോളാണ്. അപ്പോൾ ഒറ്റ മനുഷ്യരില്ല, വലിയ തിരക്കൊന്നുമില്ല ഈ റോഡിൽ, ഒറ്റ മനുഷ്യന്മാരും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ തന്നെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വിജനമായ സ്ഥലം, ഇവിടെ നോക്കിയാൽ ആരുമില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലും ആരുമില്ല, ഒക്കെ വിജനമായ സ്ഥലമാണ്. അപ്പോൾ ഇനിയും കുറേ ദൂരം നമുക്ക് അപ്പോൾ നമുക്ക് കുറേ ദൂരം നമുക്ക് പോകാനുണ്ട്. 54 ഇനിയിപ്പോൾ 50 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചെന്നിട്ട് ഇവിടെ റെയിൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബൈപ്പാസിലേക്ക് കയറും. ആ ബൈപ്പാസ് നേരെ ചെന്ന് കയറുന്നത് ചെന്നൈ തിരിച്ച് ബൈപ്പാസിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ചെന്നൈ തിരിച്ച് ബൈപ്പാസിൽ വന്ന് കയറും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് 28 കിലോമീറ്റർ ഉണ്ട്.
സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 11:45 11:50 ആയിട്ടുണ്ട്. നല്ല വെയിലാട്ടോ. വെയിലിനൊരു കുറവില്ല. ഇപ്പോൾ തന്നെ നല്ല വെയിലായി. അപ്പോൾ കുറച്ച് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല അടിപൊളി പാലം വരും. പാലത്തിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവില്ല, മണ്ണ് മാത്രമേ ഉണ്ടാവും. നല്ല മണലുകൾ. വീട് പണിക്ക് കെട്ടിടം ചോദിക്കും മണലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പാലം ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ പാലം. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഇറക്കണ ലൊക്കേഷൻ്റെ അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇനി ഒരു 5 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മളിപ്പോൾ ഇവിടുന്ന് ചെന്നൈക്ക് പോവാണ്. അത്യാവശ്യം ദൂരമുണ്ട് ചെന്നൈയിൽ നിന്ന്. നമുക്ക് അടുത്ത ഏതെങ്കിലും ലോഡ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, അടുത്ത ലോഡ് മറൈമാൾ നഗറിൽ നിന്ന് നമുക്ക് ഊറപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലോഡ് കയറ്റിയിട്ടുള്ളത്. ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇപ്പം ഞാൻ മറൈമാൾ നഗറിലാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണിയാവും. അത് നേരെ പോയി നമ്മൾ ചെന്നൈ തിരിച്ച് ബൈപ്പാസിൽ കയറി ഇവിടെ നിന്ന് ആകെ ഒരു 9 കിലോമീറ്റർ ഉള്ളൂ ഈ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. സമയം ഇപ്പോൾ 4:30 ആവും. അപ്പോൾ ഇത് പൊത്തേരി റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ SRM കോളേജ്. നല്ല വെയിൽ, നല്ല ക്ഷീണം. അപ്പോൾ നമ്മൾ ഗൂഡുവാഞ്ചേരി എത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി നമുക്കൊരു ലെഫ്റ്റ് എടുത്ത് ഒരു ഏരിയയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ടൊക്കെ നമ്മൾ എത്തി തുടങ്ങി. ആ ബൈക്ക് പോണ വഴിക്കാണ് നമുക്ക് തരാം. അപ്പോൾ ഇത് ഇറക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ലോഡൊക്കെ ഇറക്കി നമുക്ക് അടുത്ത ലോഡ് കയറ്റാനായിട്ട് തിരുമുടിവാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുമുടിവാക്കത്താണ് നമുക്ക് അടുത്ത ലോഡ് കയറ്റേണ്ടത്. അത് കയറ്റിയിട്ട് നമുക്ക് പോകേണ്ടത് ഇവിടേക്കാണ്, വെസ്റ്റ് മാമ്പഴം. അപ്പോൾ ലോഡൊക്കെ കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ലോഡൊക്കെ കയറ്റി കമ്പനിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ആ വണ്ടി റൈറ്റിലേക്ക് പോകും, നമ്മൾ ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് നമുക്ക് 22 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ആ കാണുന്നത് മധുരവായൽ ബൈപ്പാസിൻ്റെ റോഡാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പോയി പമ്മൽ റോഡിലേക്ക് കയറും. ഈ റോഡ് കുറച്ച് മോശമാണ്. ഇനി ട്രാഫിക്കിൻ്റെ അങ്ങേയറ്റം വരാൻ പോകണുള്ളൂ. സമയം 6 മണിയായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഏതാണ്ട് പല്ലാവറൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി തുടങ്ങി. ചെന്നൈ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് അത് ആർമിയുടെ ക്യാമ്പാണ് കേട്ടോ. ആർമിയുടെ ട്രെയിനിങ് ക്യാമ്പൊക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ നിയർ ബൈ ആലന്തൂരിൻ്റെ അവിടെ എത്താറായി. കണ്ടില്ലേ ട്രാഫിക് ഇങ്ങനെ ചാടി വരുന്നത്. അപ്പുറത്തെ സൈഡിൽ വണ്ടികൾ നിൽക്കണം. നോക്കും, അപ്പുറത്തെ സൈഡിൽ വരിയായിട്ട് നിൽക്കണം. പാലത്തിൻ്റെ മുകളിൽ വരയ്ക്കുന്നുണ്ട്, കണ്ടോ? ഇത് കത്തിപ്പാറ ഫ്ലൈ ഓവറാണ്. അപ്പോൾ ഈ സൈഡിലെ പാലം, ഈ സൈഡിലുള്ള ട്രാഫിക്ക് ഈ പാലം ഇറങ്ങിയതിന് ശേഷമാണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ ഈ സൈഡിലെ ട്രാഫിക്കാണ്. നല്ല ഒരു 3-5 കിലോമീറ്ററിൻ്റെ അവിടെ നല്ല ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്ത് ഏതാണ്ട് അടുത്തൊക്കെ ഇറങ്ങി. അശോക് നഗർ മേട്ടുപ്പാളയം എന്ന് പറയും. അപ്പം നമ്മൾ ഏതാണ്ട് ഇറക്കേണ്ട സ്ഥലത്തൊക്കെ ഇറക്കി കഴിഞ്ഞു ഗൈസ്. നമ്മളുടെ വീഡിയോ ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.